ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള രണ്ട് വാക്കുകളാണ് ധവളപത്രം, ഉമ്മാക്കി. എന്താണ് ധവളപത്രം, എന്താണ് ഉമ്മാക്കി? നമുക്ക് നോക്കാം. ധവളപത്രം സങ്കീർണമായ വിഷയങ്ങളുടെ നിജസ്ഥിതി, ഔദ്യോഗിക നിലപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എന്നിവ ജനങ്ങളെ അറിയിക്കാൻ സർക്കാരോ മറ്റധികാരികളോ പുറത്തിറക്കുന്ന ആധികാരിക രേഖയാണ് ധവളപത്രം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വൈറ്റ് പേപ്പർ. ധവള മീൻസ് വൈറ്റ്. ഒരു പ്രത്യേക വിഷയത്തിൽ വ്യക്തത വരുത്താനും ഭാവി നയങ്ങൾ രൂപീകരിക്കാനും ഇത് സഹായിക്കുകയും ഒരു സങ്കീർണമായ പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനം നൽകുകയും ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കുന്നതിനാൽ ഇതിന് വലിയ വിശ്വാസ്യതയുണ്ട്. പ്രധാനമായും സാമ്പത്തിക സ്ഥിതി, നയപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്നിവ പൊതുജനസമക്ഷം അവതരിപ്പിക്കാൻ ഇത് പ്രയോജനപ്പെടുത്തുന്നു. ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി ഗവൺമെൻറ്റിൻ്റെ പുറത്തിറക്കുന്ന രേഖയാണിത്. എ വൈറ്റ് പേപ്പർ ഈസ് ആൻ ഇൻ-ഡെപ്ത് authoritative report or guide that explains a complex issue, highlights a specific problem, and presents a well-researched solution. എങ്ങനെയാണ് ധവളപത്രം അഥവാ വൈറ്റ് പേപ്പർ എന്ന പേര് ലഭിച്ചത്? 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സർക്കാർ റിപ്പോർട്ടുകളെ അവയുടെ കവറുകളുടെ നിറം അനുസരിച്ച് തരംതിരിക്കുന്ന രീതി കാരണം ഇതിനെ ഒരു ധവളപത്രം എന്ന് വിളിക്കുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമുള്ള ബൃഹത്തായതും സമഗ്രവുമായ റിപ്പോർട്ടുകൾ കട്ടിയുള്ളതും വർണ്ണാഭമായതുമായ നീല കവറുകൾ കൊണ്ട് ബന്ധിച്ചിരുന്നു. ഇതിനെ ബ്ലൂ ബുക്സ് എന്നറിയപ്പെടുന്നു. ഒരു പ്രത്യേക നയത്തെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ ചെറുതും ഔപചാരികമല്ലാത്തതുമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടി വന്നപ്പോൾ ഗവൺമെൻറ് കടും നീല കവർ ഒഴിവാക്കി വെള്ളക്കടലാസാക്കി. അങ്ങനെ കവറിന് വെള്ള നിറം ലഭിച്ചു. എന്താണ് ഉമ്മാക്കി? ഉമ്മാക്കി എന്നാൽ ഇല്ലാത്ത ഒന്നിനെ പറഞ്ഞ് പേടിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സങ്കല്പത്തിലുള്ള പിശാച്, ഭൂതം എന്നാണ് അർത്ഥം. പ്രധാന അർത്ഥങ്ങളും ഉപയോഗങ്ങളും: പേടിപ്പിക്കൽ, കുട്ടികളെ പേടിപ്പിച്ച് നിർത്താൻ ഉപയോഗിക്കുന്ന വാക്ക്. ഭീഷണി, വ്യാജഭീതി, വെറുതെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഉദാഹരണത്തിന് ഉമ്മാക്കി കാണിക്കുക. സമാന പദങ്ങൾ: കോക്കാച്ചി, മാക്കാച്ചി, മാക്കാൻ, ഉമ്മാക്കാൻ. ഉപയോഗം: ആ ഉമ്മാക്കി കാണിച്ച് വായടപ്പിക്കാൻ നോക്കേണ്ട എന്ന് രാഷ്ട്രീയ സംഭാഷണങ്ങളിലും വെറുതെ പേടിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉമ്മാക്കി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ബഗ് ബെയർ എന്നാണ്. കുട്ടികളെ പേടിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു സാങ്കല്പിക രൂപം അഥവാ കോക്കാച്ചി. കോക്കാച്ചി എന്ന് പറഞ്ഞാൽ ബോഗിമാൻ എന്ന അർത്ഥത്തിലാണ് സാധാരണയായി ഈ വാക്ക് ഉപയോഗിക്കുന്നത്.